നമസ്കാരം. ഇന്നത്തെ ജനറൽ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. അമേരിക്കൻ സൈനികർക്ക് നേരെയുണ്ടായ മാരകമായ ആക്രമണത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായ വലിയ സംഘർഷാവസ്ഥയോടെയാണ് നമ്മൾ ഇന്ന് വാർത്തകൾ തുടങ്ങുന്നത്. ഒപ്പം ടേറ്റ് സഹോദരന്മാർക്കെതിരെ പുതിയ ആരോപണങ്ങൾ ഉയർന്നുവന്ന സാഹചര്യവും നമ്മൾ പരിശോധിക്കുന്നു. വാർത്തകളിലേക്ക് കടക്കാം. യുകെ അധികൃതർ നൽകിയ ഔദ്യോഗിക കൈമാറ്റ അഭ്യർത്ഥനയെ തുടർന്ന് ആൻഡ്രൂ ടേറ്റിനെയും ട്രിസ്റ്റൻ ടേറ്റിനെയും അമേരിക്കയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. സഹോദരങ്ങൾക്കെതിരെ ചുമത്തിയിട്ടുള്ള ആകെ 59 കുറ്റങ്ങൾ ഉൾപ്പെടുന്ന നിയമനടപടികളുടെ ഭാഗമായാണ് അറസ്റ്റെന്ന് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസ് സ്ഥിരീകരിച്ചു. BBC റിപ്പോർട്ട് പ്രകാരം ലൈംഗികാതിക്രമം, മനുഷ്യക്കടത്ത് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് അധികൃതർ ദീർഘകാലമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിവരികയായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പ്രശസ്തരായ ഇരുവരും തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ തുടക്കം മുതൽ നിഷേധിച്ചിട്ടുണ്ട്. തങ്ങൾ നിരപരാധികളാണെന്നും അമേരിക്കൻ കോടതിയിൽ കൈമാറ്റ അഭ്യർത്ഥനയെ നിയമപരമായി നേരിടുമെന്നും ഇവരുടെ അഭിഭാഷകർ വ്യക്തമാക്കി. ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ ഇവരെ ഹാജരാക്കാനുള്ള നടപടികളുമായി പ്രോസിക്യൂഷൻ മുന്നോട്ടു പോകുമ്പോൾ സഹോദരങ്ങൾ നേരിടുന്ന നിയമനടപടികളിൽ വലിയൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കൈമാറ്റ നടപടികൾ നീണ്ടുനിൽക്കാൻ സാധ്യതയുണ്ടെങ്കിലും കേസ് മുന്നോട്ടു കൊണ്ടുപോകാൻ അന്താരാഷ്ട്ര പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസ് അറിയിച്ചു. ബ്രിട്ടീഷ് അധികൃതർക്ക് കൈമാറുന്നത് സംബന്ധിച്ച തുടർനടപടികൾക്കായി ഇരുവരും അമേരിക്കയിൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ജെർട്ടനൊപ്പം തുടരുക. ജോർദാനിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഗൾഫ് മേഖലയിൽ സംഘർഷം രൂക്ഷമായി. ഇതിന് പിന്നാലെ ഇരുപക്ഷത്തുനിന്നും ശക്തമായ സൈനിക നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BBCയും NPRും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇറാനുമായി ബന്ധമുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ തുടർച്ചയായ 8ാം ദിവസവും അമേരിക്കൻ സേന ആക്രമണം നടത്തി. അമേരിക്കൻ സൈനികരുടെ മരണത്തിന് മറുപടിയായാണ് ഈ ആക്രമണങ്ങളെന്ന് പെന്റഗൺ വ്യക്തമാക്കി. അതേസമയം കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടതോടെ സ്ഥിതി കൂടുതൽ വഷളായിരിക്കുകയാണ്. മേഖലയിൽ തങ്ങളുടെ പ്രതിരോധ നടപടികൾ തുടരുകയാണെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ കുവൈറ്റിൽ നടന്നതായി പറയപ്പെടുന്ന ഡ്രോൺ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിലെ നിഴൽ യുദ്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇരുപക്ഷവും നേരിട്ടുള്ള സൈനിക നീക്കങ്ങളിലേക്ക് കടന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുവെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം നയതന്ത്ര തലത്തിൽ ഇടപെടലുകൾ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാണാത്ത തരത്തിലുള്ള സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ മേഖലയിലുള്ളതെന്ന് സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജെർട്ടനൊപ്പം തുടരുക. ഉക്രൈനിലെ ഏറ്റവും വലിയ 2 നഗരങ്ങൾക്ക് നേരെ റഷ്യ നടത്തിയ വൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ കുറഞ്ഞത് 4 പേർ കൊല്ലപ്പെടുകയും 36 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. NPR, DW എന്നിവയുടെ റിപ്പോർട്ടുകൾ പ്രകാരം കീവ്, ഖാർക്കീവ് എന്നിവിടങ്ങളിലെ നിർണായകമായ നഗര അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത്. സമീപ ആഴ്ചകളിലെ ഏറ്റവും വലിയ സംഘർഷാവസ്ഥയാണിത്. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് സൂചന. റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഉക്രൈൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾക്കിടെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ്. റഷ്യയുടെ ഈ ആക്രമണരീതിയിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും പ്രാദേശിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു. ചില മിസൈലുകൾ തകർക്കാൻ സാധിച്ചതായി ഉക്രൈനിയൻ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ആക്രമണത്തിന്റെ തീവ്രത 2 നഗരങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. റഷ്യൻ പ്രദേശങ്ങളിലെ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെ കീവ് നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഈ തിരിച്ചടി. എന്നാൽ ആക്രമണത്തെക്കുറിച്ച് ക്രെംലിൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇരുരാജ്യങ്ങളും നയതന്ത്ര ചർച്ചകൾക്ക് പകരം പരസ്പരം അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മേഖലയിൽ കൂടുതൽ അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ആശങ്കപ്പെടുന്നു. ധഡ്രന് വേണ്ടി റിപ്പോർട്ട്. ഈ വേനൽക്കാലത്ത് യൂറോപ്യൻ യൂണിയൻ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പരിശോധനാ സമയം 3 ഇരട്ടിയാകുമെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ ബോർഡർ കൺട്രോൾ സംവിധാനമായ എൻട്രി എക്സിറ്റ് സിസ്റ്റം ആണ് ഇതിന് കാരണം. ഷെങ്കൻ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ വിരലടയാളം, മുഖം തിരിച്ചറിയൽ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ നൽകണമെന്നതാണ് പുതിയ നിബന്ധന. ഈ നിർബന്ധിത പരിശോധനകൾ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുമെന്നും ഇത് വലിയ തിരക്കിനും യാത്രകൾ വൈകാനും കാരണമാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. പാസ്പോർട്ടിൽ നേരിട്ട് സീൽ പതിക്കുന്ന രീതിക്ക് പകരമായാണ് ഈ ഡിജിറ്റൽ സംവിധാനം കൊണ്ടുവരുന്നത്. എന്നാൽ തിരക്കേറിയ സമയങ്ങളിൽ ഇത്രയധികം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിമാനത്താവളങ്ങളിൽ ഇല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.
യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്നവർ പാസ്പോർട്ട് പരിശോധനയ്ക്കായി കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരുമെന്ന് റയാൻ എയറും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുതിയ സാങ്കേതികവിദ്യയുമായി പൊരുത്തപ്പെടാനുള്ള ശ്രമത്തിലാണ് വിമാനത്താവളങ്ങൾ. അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കാനും ഭാവിയിൽ യാത്രകൾ സുഗമമാക്കാനും ഈ സംവിധാനം സഹായിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന വേനൽക്കാലത്ത് യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ടെഡ്രതിനു വേണ്ടി റിപ്പോർട്ട്. ഗയാന തീരത്ത് 116 യാത്രക്കാരുമായി പോയ ഫെറി മുങ്ങി. വൻ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പ്രദേശത്ത് നടക്കുന്നത്. ജോർജ് ടൗണിനും പോർട്ട് കൈറ്റുമയ്ക്കും ഇടയിലുള്ള യാത്രയ്ക്കിടെ ഫെറി അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്ന് അൽ ജസീര റിപ്പോർട്ട് ചെയ്യുന്നു. വിവരം ലഭിച്ച ഉടൻ തന്നെ രക്ഷാപ്രവർത്തകരെ സ്ഥലത്തേക്ക് അയച്ചതായി പ്രാദേശിക അധികൃതർ സ്ഥിരീകരിച്ചു. ഇതുവരെ 53 പേരെ സുരക്ഷിതമായി കരയ്ക്കെത്തിച്ചു. ഇവർക്ക് അടിയന്തര വൈദ്യസഹായം നൽകിവരികയാണ്. കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അപകടത്തിന് കാരണമായ സാഹചര്യങ്ങളെക്കുറിച്ച് അധികൃതർ പരിശോധന നടത്തിവരികയാണ്. അപകടത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. അതിജീവിച്ചവരിൽ നിന്നും ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചുവരികയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ ഗയാന സർക്കാർ കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി ജനഹിതമായി തുടർന്നും ബന്ധപ്പെടുക. ഹംഗേറിയൻ പ്രസിഡന്റ് തമസ് സുല്യോക് തന്റെ സ്ഥാനത്തുനിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള പാർലമെന്റിന്റെ ഔദ്യോഗിക വോട്ടെടുപ്പിന് പിന്നാലെയാണ് ഈ തീരുമാനം. പ്രധാനമന്ത്രി വിക്ടർ ഓർബന്റെ വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്ന സുല്യോക്കിന്റെ രാജി ഹംഗറിയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നതെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. സ്ഥാനമൊഴിയാൻ പ്രസിഡന്റിനുമേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. പാർലമെന്റ് പാസാക്കിയ പ്രമേയപ്രകാരം ഭരണഘടനാപരമായ പ്രതിസന്ധി ഒഴിവാക്കാൻ ശനിയാഴ്ച രാത്രിക്കകം രാജി സ്ഥിരീകരിക്കാൻ സുല്യോക്കിനോട് ആവശ്യപ്പെട്ടിരുന്നു. പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ സംഭവം നിലവിലെ ഭരണകൂടത്തിന്റെ സ്ഥിരതയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഭരണകക്ഷിയിൽ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ആഭ്യന്തര ഭിന്നതയാണ് ഈ പുറത്താക്കലിലൂടെ വ്യക്തമാകുന്നതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്നാൽ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അധികാരം കൈമാറുമെന്ന് സർക്കാർ വ്യക്തമാക്കി. നിലവിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. ഈ നേതൃമാറ്റം ഹംഗറിയുടെ ആഭ്യന്തര നയങ്ങളെയും യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധത്തെയും വരും ആഴ്ചകളിൽ എങ്ങനെ ബാധിക്കുമെന്നത് അന്താരാഷ്ട്ര നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. ടെഡ്രതിനു വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. ജർമ്മൻ രാഷ്ട്രീയ നേതാവ് ജെൻസ് സ്പാൻ തന്റെ സ്ഥാനത്തുനിന്ന് രാജിവെച്ചു. വാടകഗർഭാരണത്തിലൂടെ ദൈർഘ്യമേ കുടുംബം തുടങ്ങാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തെ തുടർന്നുണ്ടായ കടുത്ത പൊതുവിമർശനങ്ങളെ തുടർന്നാണ് ഈ തീരുമാനം. സ്പാന്റെ വ്യക്തിപരമായ തീരുമാനവും അദ്ദേഹം നേരത്തെ സ്വീകരിച്ചിരുന്ന നിയമപരമായ നിലപാടുകളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ജർമ്മനിയിൽ വാടകഗർഭാരണത്തിന് കർശന നിരോധനം വേണമെന്ന് നേരത്തെ വാദിച്ചിരുന്ന വ്യക്തിയാണ് സ്പാൻ എന്ന് BBCയും DWയും റിപ്പോർട്ട് ചെയ്യുന്നു. തന്റെ ഔദ്യോഗിക കാലയളവിൽ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായി വിദേശത്ത് പോയി വാടകഗർഭാരണ സേവനം തേടിയത് രാഷ്ട്രീയ എതിരാളികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും വലിയ വിമർശനം ക്ഷണിച്ചുവരുത്തി. തനിക്കെതിരെ ഉയർന്ന സമ്മർദ്ദം അംഗീകരിച്ചുകൊണ്ടാണ് സ്പാൻ രാജി പ്രഖ്യാപിച്ചത്. എന്നാൽ തന്റെ കുടുംബപരമായ തീരുമാനങ്ങൾ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. പ്രത്യുൽപാദന അവകാശങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ നേതാക്കൾ തങ്ങൾ വാദിക്കുന്ന നിയമങ്ങൾ പാലിക്കുന്നതിലെ ആത്മാർത്ഥതയെക്കുറിച്ചും ജർമ്മനിയിൽ വലിയ ചർച്ചകൾക്ക് ഈ സംഭവം തിരികൊളുത്തിയിരിക്കുകയാണ്. ആരോഗ്യസാമൂഹിക നയങ്ങളിലെ നിർണായക ഇടപെടലുകളിലൂടെ ശ്രദ്ധേയനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കരിയറിലെ അപ്രതീക്ഷിത അന്ത്യമാണിത്. വാടകഗർഭാരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഈ സംഭവം ഇപ്പോൾ പ്രധാന ചർച്ചാവിഷയമായി മാറിയിരിക്കുകയാണ്. വ്യക്തിസ്വാതന്ത്ര്യവും ദേശീയ നയങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെക്കുറിച്ച് നിയമനിർമ്മാതാക്കൾക്കിടയിൽ വലിയ സംവാദങ്ങൾക്കാണ് ഇത് വഴിയൊരുക്കുന്നത്. ടെഡ്രതിനു വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ലോകമെമ്പാടുമുള്ള പ്രധാന വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. ടെഡ്രത് സത്യം മാത്രം ആദ്യം.